നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലയും ന്യൂമാൻ കോളേജ് 18 കേരള ബറ്റാലിയൻ NCCയും ചേർന്ന് കാർഗിൽ വിജയ ദിവസ് രജത ജൂബിലി ആഘോഷവും വിദ്യാർത്ഥി സംഗമവും നടത്തി. ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിദ്യാർത്ഥി സംഗമം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മീൻ വില കത്തിക്കയറുന്നു. 1 കിലോ മത്തിക്ക് 240 രൂപയായി. ട്രോളിംഗ് നിരോധനം വന്നതോടെയാണ് സംസ്ഥാനത്ത് മത്സ്യവില കുതിക്കുന്നത്. മത്സ്യം ലഭിക്കുന്നത് കുറഞ്ഞതും വില വർദ്ധിക്കാൻ കാരണമായി. ജില്ലാ ലീഡ് ബാങ്ക് ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം തുടങ്ങി. SBI കേരള സർക്കിൾ മേധാവിയും ചീഫ് ജനറൽ മാനേജറുമായ A. ഭുവനേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപരും മുതിർന്ന RSS പ്രചാരകനുമായ P. നാരായണന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി തൊടുപുഴയിൽ സംഘപഥത്തിലെ നാരായണം പരിപാടി നടത്തി. പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ദുബായിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി വെൽഫെയർ അസോസിയേഷൻ നാട്ടിലെ സംഗമം തൊടുപുഴയിൽ നടന്നു. ഡോക്ടർ K. സുദർശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലയും ന്യൂമാൻ കോളേജ് 18 കേരള ബറ്റാലിയൻ NCCയും ചേർന്ന് കാർഗിൽ വിജയ ദിവസ് രജത ജൂബിലി ആഘോഷവും വിദ്യാർത്ഥി സംഗമവും നടത്തി. തൊടുപുഴ ലാൻസ് നായിക് സന്തോഷ് കുമാർ പാർക്കിന് മുൻപിലുള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥി സംഗമവും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ന്യൂമാൻ കോളേജ് NCC 18 കേരള ബറ്റാലിയൻ മൂവാറ്റുപുഴ അഖില ഭാരതീയ പൂർവ്വ സൈനിക് പരിഷത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ സാംസ്കാരിക സൈനിക സംഘടനകളെയും പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ച് കാർഗിലെ യുദ്ധഭൂമിയിൽ ഇന്ത്യ നേടിയ ഐതിഹാസിക വിജയത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ന്യൂമാൻ കോളേജിൽ സമുചിതമായി സംഘടിപ്പിച്ചു. കാർഗിൽ ഡോക്യുമെന്ററി, യുദ്ധോപകരണങ്ങളുടെ പ്രദർശനം, സെമിനാർ, യുവജന സംഗമം, പ്രത്യേകമായി തയ്യാറാക്കിയ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന എന്നിങ്ങനെ വിവിധ കർമ്മ പരിപാടികളാണ് കാർഗിൽ വിജയ ദിവസത്തിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി കോളേജിൽ സംഘടിപ്പിച്ചത്. കോളേജിൽ നടന്ന യുവജന സംഗമം കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 99 മെയ് മാസത്തിൽ പാക് സൈന്യം നമ്മുടെ ഇടയിലേക്ക് നുഴഞ്ഞുകയറിയതാണ് നമ്മൾ കാണാനിടയായത്. രഹസ്യമായ പരിശീലനത്തിലൂടെ വിജയബാദൻ എന്ന പേരിൽ അവർ രൂപം കൊടുത്ത ആ സേന നമ്മുടെ മലനിരകളിലേക്ക് പോലെ നമ്മുടെ രാജ്യത്തെയുള്ള മണ്ണിനെ കീഴ്പ്പെടുത്താൻ നടത്തിയ ശ്രമം വിജയി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിലെ ഏറ്റവും വലിയ ഒന്നായിരുന്നു ഇന്ത്യൻ സേനയുടെ പോരാട്ടം. ആ പേര് വെച്ച് വിജയിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. കാർഗിൽ ലഡാക്ക് യാത്ര, ആ റോഡ്, ആ ഗതാഗതം അത് തടസ്സപ്പെടുത്തി സിയാച്ചിൻ മലനിരകളിൽ നമ്മുടെ സൈന്യത്തെ കൊടുക്കുക എന്നുള്ളതായിരുന്നു അവർ ലക്ഷ്യം വെച്ചത്. അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി നൽകിയ പോരാട്ട തീവ്രതയാണ് നമ്മൾ ചെറിയ അംശങ്ങളിലേക്ക് കാണാൻ കഴിയായത്. 527ഓളം ധീര ജവാന്മാരെ നമുക്ക് വെല്ലുവിളിക്കുന്നു. 1300 ആൾക്കാർക്ക് സാഹസികമായ ആ പോരാട്ടത്തിൽ പരിക്കേറ്റ് ജീവിച്ചിരിക്കുകയും കഷ്ടത അനുഭവിക്കുകയും ചെയ്യുന്നവരായി മാറി. രാജ്യത്തിന്റെ ഐക്യഭരണത്തെ കാത്തുപരിപാലിക്കുകയും സൈന്യങ്ങളുടെ ധീരമായ പോരാട്ടത്തിന്റെ 25 വർഷങ്ങൾക്കിടയിൽ കോളേജിലെത്തിയ മന്ത്രിക്ക് NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. ജന്മഭൂമിയെ സംരക്ഷിക്കുവാനായി സൈന്യം നടത്തുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി പൊതുബോധം ഉണ്ടാകേണ്ടതും അതുവഴി ഓരോ പൗരനും തന്റേതായ പൗരധർമ്മം നിർവഹിക്കേണ്ടതും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ, തൊടുപുഴ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ JC ആന്റണി, എയർ വൈസ് മാർഷൽ PK ശ്രീകുമാർ VSM,
ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഹരി സി ശേഖർ, മേജർ അമ്പിളി ലാൽകൃഷ്ണ, ന്യൂമാൻ കോളേജ് അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു, കോളേജ് ബർസാർ ബെൻസൺ എൻ ആന്റണി, CG സോമശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. കാർഗിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് PK സന്തോഷ് കുമാർ SMന്റെ സഹോദരൻ പ്രസാദ്, ഇന്ത്യക്ക് വേണ്ടി 3 യുദ്ധങ്ങളിൽ പങ്കെടുത്ത TKSN പിള്ള എന്നിവരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് കാർഗിൽ വിജയവും പൗരധർമ്മവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ റിട്ടയർഡ് എയർ വൈസ് മാർഷൽ PK ശ്രീകുമാർ നയിച്ചു. വിവിധ കർമ്മ പരിപാടികൾക്ക് AG കൃഷ്ണകുമാർ, ബിജുമോൻ ചന്ദ്രശേഖരപിള്ള, സീനിയർ അണ്ടർ ഓഫീസർ ആദർശ് S, അണ്ടർ ഓഫീസർ ഐഡൻ കുര്യൻ, രാധിക M, അലൻ ടാജു, ആഷിഖ് അഹമ്മദ്, നന്ദന മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ലീഡ് ബാങ്ക് ഓഫീസിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ SBIയുടെ കേരള ഘടകം മേധാവി ചീഫ് ജനറൽ മാനേജർ ഭുവനേശ്വരി A നിർവഹിച്ചു. SBI കേരള ഘടകം ജനറൽ മാനേജർ മൻമോഹൻ സ്വൈൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലയിലെ വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ സന്നിഹിതരായിരുന്നു. ഇടുക്കി ജില്ലയുടെ പുതിയ ലീഡ് ബാങ്കായി ചുമതലയേറ്റ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ലീഡ് ബാങ്ക് ഓഫീസിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ SBIയുടെ കേരള ഘടകം മേധാവി ചീഫ് ജനറൽ മാനേജർ ഭുവനേശ്വരി A നിർവഹിച്ചു. Now we can get, please. Good. That is financial literacy, no? Having a comfort at the back of the mind that I have somebody to go to. Whenever I go, I get this, I will get this kind of a input on whatever I do. If we can do that, step by step, collectively together, we have achieved success as far as becoming the lead bank is concerned. This is my thought, this is my, if you want a direction, you can say, so that we will work together in that. Whatever help, support, Senthil, you also have a very great role to play here. So I want you all to collectively do this. SBIയുടെ തൊടുപുഴ റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ SBI കേരള ഘടകം ജനറൽ മാനേജർ മൻമോഹൻ സ്വൈൻ മുഖ്യപ്രഭാഷണം നടത്തി. എറണാകുളം ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശിവകുമാർ J, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ മുത്തുകുമാർ M എന്നിവർ ആശംസകൾ നേർന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ സന്നിഹിതരായിരുന്നു. ലീഡ് ബാങ്ക് മാനേജർ റെജി രാജ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിന്റെ കരിങ്കുന്നം ശാഖയുടെ നവീകരിച്ച സ്ഥാപനം കരിങ്കുന്നം ഗവൺമെന്റ് LP സ്കൂളിന് സമീപമുള്ള ഉറുമ്പിൽ ബിൽഡിംഗ്സിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. SBI കേരള സർക്കിൾ മേധാവിയും ചീഫ് ജനറൽ മാനേജറുമായ A ഭുവനേശ്വരി ഉദ്ഘാടനം ചെയ്തു. കോർ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, ATM, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയ വിവര സാങ്കേതിക വിദ്യകൾ കോർത്തിണക്കി നവീന ബാങ്കിംഗ് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിപണിയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഭവന, കാർഷിക, വാഹന, വിദ്യാഭ്യാസ വായ്പാ പദ്ധതി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിന്റെ കരിങ്കുന്നം ശാഖയുടെ നവീകരിച്ച ബ്രാഞ്ച് കരിങ്കുന്നം ഗവൺമെന്റ് LP സ്കൂളിന് സമീപം ഉറുമ്പിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. SBI കേരള സർക്കിൾ മേധാവിയും ചീഫ് ജനറൽ മാനേജറുമായ A ഭുവനേശ്വരി ഉദ്ഘാടനം ചെയ്തു. One of the oldest branches of State Bank of India. Many of you and your families would be associated with us even before many of us were born here. We thank you for this kind of patronage over the years, and we are very happy and delighted to serve you all in whatever banking needs and requirements that you have as on date. Our bank, being a banker to every Indian, has got products and services for every type of requirement of all types of customers. Probably, if in case you feel that we have not been
giving you the right product or service that you want. It is because probably we do not know. കോർ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, ATM, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയ വിവരസാങ്കേതിക വിദ്യകൾ കോർത്തിണക്കി നവീന ബാങ്കിംഗ് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിപണിയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഭവന, കാർഷിക, വാഹന, വിദ്യാഭ്യാസ വായ്പാ പദ്ധതികൾ ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് ബ്രാഞ്ച് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. SBI തിരുവനന്തപുരം ജനറൽ മാനേജർ മൻമോഹൻ സ്വയനിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ SBI തൊടുപുഴ റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ സ്വാഗതം ആശംസിച്ചു. കരികുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. SBI എറണാകുളം ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശിവകുമാർ J, SBI ഓഫീസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ VA, SBI സ്റ്റാഫ് യൂണിയൻ AGF പ്രതീഷ് രാജമണി എന്നിവർ ആശംസ നേർന്നു. ബ്രാഞ്ച് മാനേജർ രാഹുൽ മോഹൻ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് ആദ്യകാല അക്കൗണ്ട് ഹോൾഡേഴ്സിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. തൂലിക ആയുധമാക്കി മാറ്റത്തിനൊപ്പം നടന്ന വ്യക്തിത്വമാണ് P. നാരായണനെന്ന് RSS അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ V. ഭാഗയ്യ. ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപരും മുതിർന്ന RSS പ്രചാരകനുമായ P. നാരായണന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സംഘപഥത്തിലെ നാരായണം എന്ന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ശോഭനമായ വ്യക്തിജീവിതം മുന്നിലുണ്ടായിരുന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് സമാജ സേവനത്തിന്റെ വഴിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. തൂലിക ആയുധമാക്കി മാറ്റത്തിനൊപ്പം നടന്ന വ്യക്തിത്വമാണ് P. നാരായണൻ എന്ന് RSS അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ V. ഭാഗയ്യ. ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപരും മുതിർന്ന RSS പ്രചാരകനുമായ P. നാരായണന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സംഘപഥത്തിലെ നാരായണം എന്ന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ശോഭനമായ വ്യക്തിജീവിതം മുന്നിലുണ്ടായിരുന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് സമാജ സേവനത്തിന്റെ വഴിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. There is no personality cult. Then why this function? Somebody may question himself also. But this function is because it is a function to celebrate, to facilitate, elucidate the values for which Narayan can given for a long period of life. You see, Narayan today is in the hospital also. So she told me, you see, I don't know you, you don't know me, but you came here. When Sudarshan told that you are coming here, he told, I was also very happy. I told you, Sudarshan honored me or Brahman Kutarati. I told I also accepted. Then I told, this is Sangha, this is affection, this is our relationship. മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനത്തെ പറ്റി ആലോചിച്ചപ്പോൾ അദ്ദേഹം ആരൊക്കെയായിട്ടാണ് ആ ജന്മദിനം പങ്കെടുക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് തോന്നി. അപ്പൊ നോക്കിയപ്പോ ഞാൻ ആദ്യം കാണുന്നത് ഇയാൻ ഫ്ലെമിങ്ങിനെയാണ്. നമ്മുടെ ജെയിംസ് ബോണ്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ കഥാപാത്രത്തെ ഉണ്ടാക്കിയ ആ മഹാനായ എഴുത്തുകാരനും നമ്മുടെ നാരായൺജിയും വർഷങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും ഒരേ ദിവസം ജനിച്ചവരാണ്. ഇന്ത്യയിലേക്ക് വന്നാൽ സിനിമാ ലോകത്തെയും രാഷ്ട്രീയ ലോകത്തെയും ഒരു ഇതിഹാസമായിരുന്ന ഇന്ത്യ രാമറാവു അതേ ദിവസം തന്നെയാണ് ജനിച്ചത്, ഇന്ത്യ. അപ്പൊ അങ്ങനെ വളരെ വിശിഷ്ടമായ പാരമ്പര്യമുള്ള മൂന്നാളുകളെയും ഈ ദിവസം ജനിച്ചതായിട്ട് നമ്മൾ കാണുന്നു. ലിയനാർഡോ ഡാവിഞ്ചി തയ്യാറാക്കിയതിലെ ഏറ്റവും പ്രശസ്തമായ അവസാനത്തെ അത്താഴം എന്ന ആ ചിത്രം 22 വർഷത്തെ പുതുക്കലിന് ശേഷം മിലാനിൽ പുനഃസ്ഥാപിച്ചത് ഈ ദിവസം തന്നെയാണ്. മുൻ DGP ജേക്കബ് തോമസ്, രാഷ്ട്രീയ നിരീക്ഷകൻ A. ജയശങ്കർ, മുതിർന്ന സംഘപ്രചാരകൻ S. സേതുമാധവൻ, ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ R. സഞ്ജയൻ, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. രാമൻപിള്ള,
തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ്, BJP ദേശീയ കൗൺസിൽ അംഗം കുമ്മനം രാജശേഖരൻ, നവതി ആഘോഷ സമിതി സംയോജകൻ S. സന്തോഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിന് മുൻപ് P. നാരായണൻ രചനയും പരിഭാഷയും നടത്തിയ പുസ്തകങ്ങളുടെ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഉത്തരമേഖലാ കാര്യവാഹ് PN ഈശ്വരൻ നിർവഹിച്ചു. തുടർന്ന് നടന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനോദ്ഘാടനം ചലച്ചിത്ര താരം കൃഷ്ണപ്രസാദ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാനത്ത് മീൻ വില കത്തിക്കയറുന്നു. 1 കിലോ മത്തിക്ക് 240 രൂപയായി. ട്രോളിംഗ് നിരോധനം വന്നതോടെയാണ് സംസ്ഥാനത്ത് മത്സ്യവില കുതിക്കുന്നത്. മത്സ്യം ലഭിക്കുന്നത് കുറഞ്ഞതും വില വർദ്ധിക്കാൻ കാരണമായി. വരും ദിവസങ്ങളിൽ വില കൂടാനാണ് സാധ്യത. കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക തകർച്ചയും ഉൾപ്പെടുന്ന വലിയ ചിത്രമാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ മൂലകാരണം. ഇനി മീൻ കൂട്ടി ചോറ് കഴിക്കണമെങ്കിൽ കീശ കാലിയാക്കേണ്ടി വരും. മത്തി ഉൾപ്പെടെയുള്ള മീനുകളുടെ വില കുതിച്ചുയരുകയാണ്. 1 കിലോ മത്തിക്ക് 240 രൂപ വരെ വിലയെത്തി. മത്തി അല്ലെങ്കിൽ ചാള മലയാളിക്ക് ഇഷ്ടം കുറച്ച് കൂടിയ സുപരിചിത മത്സ്യമാണ്. എന്നാൽ മത്തി വിലയിലെ സമീപകാല കുതിപ്പ് തീൻമേശകളിൽ നിഴൽ വീഴ്ത്തുന്നു. ഈ വിലക്കയറ്റത്തിന് ഒന്നിലേറെ കാരണങ്ങളുണ്ട്. ട്രോളിംഗ് നിരോധനമാണ് ആദ്യത്തെ കാരണം. വലിയ ബോട്ടുകളുടെ മത്സ്യബന്ധനം ഇല്ലാതായതോടെ ചെറിയ ബോട്ടുകളും വഞ്ചികളും കൂടുതൽ വരവ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കടലിലെ താപമാറ്റവും മഴയുടെ അഭാവവും മത്സ്യങ്ങളുടെ പ്രജനന ചക്രത്തെയും മൊത്തത്തിലുള്ള ലഭ്യതയെയും ബാധിച്ചതോടെ ഇതും തിരിച്ചടിയായി. കിട്ടുന്ന മത്സ്യത്തിന് പൊള്ളുന്ന വില കൂടിയായപ്പോൾ ആളുകൾ വാങ്ങാനും മടിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക തകർച്ചയും ഉൾപ്പെടുന്ന വലിയ ചിത്രമാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ മൂലകാരണം. ഉയർന്ന കടൽപ്പരപ്പിലെ താപനില മത്സ്യങ്ങളെ ആഴത്തിലേക്ക് തള്ളിവിടുന്നു. ഇത് പരമ്പരാഗത മത്സ്യബന്ധന രീതികൾക്ക് തിരിച്ചടിയാണ്. കൂടാതെ വർദ്ധിച്ചുവരുന്ന അമിത മത്സ്യബന്ധനം വർഷങ്ങളായുള്ള മത്സ്യസമ്പത്ത് ഗണ്യമായി കുറച്ചു. ഇവയെല്ലാം മീൻപിടുത്തത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കി മത്സ്യവില വർധനവിലേക്ക് നയിച്ചു. ഇനിയും വില കൂടാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ. തൊടുപുഴ നഗരസഭ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം തീപാറും. ഇടതുമുന്നണി നഗരസഭാ ഭരണം നിലനിർത്താനും UDF ഭരണം തിരികെ പിടിക്കാനുമായി ഇറങ്ങുമ്പോൾ BJPയും ആം ആദ്മിയും വാർഡ് പിടിച്ചെടുക്കാനായി കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ മാസം 30-നാണ് ഉപതെരഞ്ഞെടുപ്പ്. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ മാസം 30-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൊടുപുഴ നഗരസഭ 9-ാം വാർഡിൽ വിവിധ മുന്നണികളുടെ പ്രചാരണം ഊർജിതമാക്കി. ഇടതുമുന്നണി ഭരണം നിലനിർത്താനും UDFന് ഭരണം തിരികെ പിടിക്കാനുമായി ഇറങ്ങുമ്പോൾ BJPയും ആം ആദ്മിയും വാർഡ് പിടിച്ചെടുക്കാൻ കനത്ത വെല്ലുവിളി ഉയർത്തുന്നത് ശക്തമായ ചതുഷ്കോണ മത്സര സൂചനയാണ് നൽകുന്നത്. തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തിയാക്കി ഭവന സന്ദർശനത്തിന് ഊന്നൽ കൊടുത്താണ് മുന്നണികളുടെ പ്രചാരണം മുറുകുന്നത്. UDF സ്വതന്ത്രനായി ജോർജ് ജോൺ കൊച്ചുപറമ്പിൽ, LDF സ്വതന്ത്രനായി ബാബു ജോർജ്, NDA സ്ഥാനാർത്ഥിയായി രാജേഷ് പൂവാശ്ശേരിൽ, ആം ആദ്മി പാർട്ടിയുടെ റൂബി വർഗീസ് എന്നിവരാണ് മത്സരരംഗത്ത് ഉള്ളത്. 2020 തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച ജെസ്സി ജോണി കൂറുമാറി LDF പിന്തുണയുടെ വൈസ് ചെയർപേഴ്സണായി. കൂറുമാറ്റത്തിനെതിരെ UDF നൽകിയ പരാതിയിൽ ജെസ്സി ജോണിയെ ഹൈക്കോടതി അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. കൂറുമാറ്റ രാഷ്ട്രീയം, തൊടുപുഴ നഗരസഭയിലെ അഴിമതി വിവാദങ്ങൾ, വികസന മുരടിപ്പ്, തകർന്നു കിടക്കുന്ന റോഡുകൾ തുടങ്ങിയ വിഷയങ്ങളാണ് പ്രചാരണ രംഗത്ത് മുന്നണികൾ ആയുധമാക്കുന്നത്. ഞാൻ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എൻ്റെ മുഖ്യമായ അജണ്ട എന്ന് പറയുന്നത് ഈ 9-ാം വാർഡിൽ ഇലക്ഷനിൽ വിജയിച്ചാൽ ഈ 9-ാം വാർഡിലെ റോഡുകളെല്ലാം തകർന്നടിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെയായി ആണ് കിടക്കുന്നത്. അതുപോലെ തന്നെ വഴിവിളക്കുകൾ ഈ 9-ാം വാർഡിൽ ഒന്നും തെളിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കുക, അതുപോലെ തന്നെ വഴിവിളക്കുകളെല്ലാം പ്രവർത്തിപ്പിക്കുക. ഇതാണ് എൻ്റെ മുഖ്യമായ ലക്ഷ്യം. മുനിസിപ്പാലിറ്റിയുടെ കൈക്കൂലി, കെടുകാര്യസ്ഥത ഇതിനെല്ലാം അറുതി വരുത്തുന്നതിന് മറ്റ് കൗൺസിലർമാരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കും എന്ന് ഞാൻ ഉറപ്പുവരുന്നു. പെട്ടേനാട് വാർഡ് രൂപം കൊണ്ട 2010-ലെ തിരഞ്ഞെടുപ്പിൽ LDFനായിരുന്നു വിജയം. അന്ന് വിജയിച്ച ബാബു ജോർജാണ് ഇത്തവണയും LDFനായി അംഗം കുറിക്കുന്നത്. ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. ഏകദേശം വാർഡിലെ എല്ലാ ജനങ്ങളും കഴിഞ്ഞ 2010 മുതൽ 2015 വരെ ഈ വാർഡിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ഒരു മനുഷ്യർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, കാരണം റോഡ്, വെള്ളം, വൈദ്യുതി, ഇത് എത്രമാത്രം ആളുകളിലേക്ക് എത്തിക്കാവോ അതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വാർഡിലൂടെ ഇത്രയും നാളുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ഏകദേശം എൻ്റെ വാർഡിലെ ജനങ്ങൾ, വാർഡിലെ മുഴുവൻ പേരും നല്ല രീതിയിൽ വോട്ട് ചെയ്ത്, കാരണം വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അന്ന് ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായി കിട്ടുന്ന ഓരോ വോട്ടും ഈ പ്രാവശ്യം ഇലക്ഷനിൽ അന്ന് ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വൻ വിജയം ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റു 3 സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് പുതുമുഖങ്ങളാണ്.
2015 UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയ ജെസി ജോണി വാർഡ് തിരിച്ചുപിടിച്ചു. 91 വോട്ടായിരുന്നു ഭൂരിപക്ഷം. 2020 UDF സ്ഥാനാർത്ഥി ജെസി ജോണിയുടെ ഭൂരിപക്ഷം 392 ഉയർന്നു. ഇത്തവണ 3 മുന്നണികൾക്കൊപ്പം ആം ആദ്മി പാർട്ടിയും പ്രചരണ രംഗത്ത് സജീവമാണ്. ഞങ്ങൾ ഭവന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാം വളരെ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ്. നമ്മൾ ചെല്ലുന്ന വീടുകളിലെല്ലാം തന്നെ ഒരു മാറ്റത്തിനായിട്ട് ജനം ആഗ്രഹിക്കുന്നുണ്ട്, വോട്ടർമാർ ആഗ്രഹിക്കുന്നുണ്ട്. 9ാം വാർഡിനൊരു മാറ്റം വേണമെന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് പ്രാവശ്യം 100% വിജയം ഞങ്ങൾ കണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. മാറ്റത്തിനായിട്ട് അവർ ഞങ്ങൾ വോട്ട് ചെയ്യും. ആ ഒരു നല്ല പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ഭവന സന്ദർശനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. കഴിഞ്ഞ തവണത്തെ വർദ്ധിച്ച ഭൂരിപക്ഷം UDFന് ആത്മവിശ്വാസം പകരുമ്പോൾ മുൻ കൗൺസിലർ കൂടിയായ ബാബു ജോർജിലൂടെ വാർഡ് പിടിച്ചെടുക്കാമെന്ന് ഇടതുമുന്നണിയും കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ BJPയും വിജയപ്രതീക്ഷയിലാണ്. ഈ 9ാം വാർഡിനെ ഇടതുപക്ഷവും വലതുപക്ഷവും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മുതലെടുത്തുകൊണ്ട് അവരുടെ ഉപജീവന മാർഗമായി മാത്രം കണ്ടിരുന്ന ഈ വാർഡ് ഇന്ന് നരക തുല്യമാക്കിയതിൽ ഏറ്റവും പങ്ക് ഈ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണ്. ഒരിക്കലും ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ യാതൊരു പ്രതീക്ഷയുമില്ല. തീർച്ചയായും NDAയുടെ സ്ഥാനാർത്ഥിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ എനിക്ക് ഇവരവസരം തരുമെന്ന കാര്യത്തിൽ ഞങ്ങൾ 100 അല്ല 101% വിശ്വാസത്തിലാണ്. പുതിയ ഒരു വാർഡ് ഈ 9ാം വാർഡിനെ ആക്കി തീർക്കുവാൻ ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ വാർഡിൽ താമര വിരിയും എന്ന കാര്യത്തിൽ 100% ഞങ്ങൾ പുറത്തു. 1281 വോട്ടർമാരാണ് ഇത്തവണ ആകെയുള്ളത്. നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥിമാരാണ് 4 പേരും. അങ്ങനെ പോണേ. ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡായതുകൊണ്ട് ആര് ജയിക്കും ആര് നോക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. നല്ല മത്സരം തന്നെയാണ്, നല്ല രീതിയിലുള്ള മത്സരം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദുബായിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി വെൽഫെയർ അസോസിയേഷൻ നാട്ടിലെ സംഗമം തൊടുപുഴയിൽ നടന്നു. പീറ്റേഴ്സ് 9 ഹാളിൽ ചേർന്ന യോഗത്തിൽ മുൻ പ്രസിഡന്റ് ബിജു സി ശേഖർ, സെക്രട്ടറി ടെല്ലസ് അറുകാലിൽ എന്നിവർ ഫാമിലി ഇവന്റിന് നേതൃത്വം നൽകി. മനോരോഗ വിദഗ്ധൻ ഡോക്ടർ കെ സുദർശൻ മാനസിക ഉല്ലാസത്തിന് കൂട്ടായ്മയുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ദുബായിൽ 22 വർഷമായി പ്രവർത്തിക്കുന്ന ഇടുക്കി വെൽഫെയർ അസോസിയേഷൻ നാട്ടിലെ സംഗമം തൊടുപുഴയിൽ നടന്നു. പീറ്റേഴ്സ് 9 ഹാളിൽ ചേർന്ന യോഗത്തിൽ മുൻ പ്രസിഡന്റ് ബിജു സി ശേഖർ, സെക്രട്ടറി ടാലസ് അർഗാലിൽ എന്നിവർ ഫാമിലി ഈവിന് നേതൃത്വം നൽകി. മനോരോഗ വിദഗ്ധൻ ഡോക്ടർ കെ സുദർശൻ മാനസിക ഉല്ലാസത്തിന് കൂട്ടായ്മയുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകി. മാത്രം വിചാരിച്ചാൽ മതി. ഒരു മാനസിക രോഗിയുടെ ജൽപ്പനങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് അതിനെ പൂർണ്ണമായിട്ട് മറക്കുക. ഇതാണ് എനിക്ക് ആദ്യം തുടക്കത്തിൽ പറയാനുള്ളത്. പിന്നെ ഞാനൊരു മാനസിക രോഗ വിദഗ്ധനാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ തന്നെ ഇപ്പോൾ ഒരു നാൽക്കവലയിൽ നിൽക്കുകയാണ്. പുറകോട്ടേക്ക് പോകണമോ, ഇടത്തോട്ട് പോകണമോ, വലത്തോട്ട് പോകണമോ, അതോ മുമ്പിലേക്ക് പോകണമോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു മനോരോഗ വിദഗ്ധനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വൈ ഡോക്ടർ അങ്ങനെ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു തലമുറയിൽ ഈ ഒരു സിനിമയിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായ സംസ്കാര പാരമ്പര്യങ്ങളും കൂട്ടുകുടുംബങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ പുറകിൽ. മോഡേണൈസേഷൻ, കമ്പ്യൂട്ടർ, മൊബൈൽ മുതലായ സാധനങ്ങൾ കൊടുത്ത് വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേറൊരു സൈഡ്, നോർത്ത് സൈഡ്. ഇങ്ങേ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫാമിലിയുടെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോളിസവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഇത്. ഇവിടെ ഞാൻ പകച്ചു നിൽക്കുകയാണ്. എനിക്ക് മുമ്പിലേക്ക് പോകാനുള്ള ധൈര്യമുണ്ടോ എന്ന്. കാരണം ഞാൻ മുമ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റും റൈറ്റും പുറകും ക്ലിയർ ആകണം. എനിവേ എൻ്റെ മനസാക്ഷി അനുസരിച്ച് എനിക്ക് പുറകോട്ടേക്ക് പോകാൻ പറ്റില്ല. കാരണം ഒരു കുടുംബ സംഹിതകളിൽ നിന്ന് ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് തിരിക്കുന്ന ഒരു മോഡേൺ ഡെവലപ്പിംഗ് കൺട്രി ഇന്ത്യ. നിങ്ങളിൽ പലരും, പ്രത്യേകിച്ച് പുറകുവശത്തിരിക്കുന്ന ഒരൊറ്റ സഹോദരി അതിൻ്റെ മെറിറ്റ്സ് എന്താണെന്നും അതിൻ്റെ സന്തോഷം എന്താണെന്നും ഓരോ ഓണമോ ഒരു ഈസ്റ്ററോ വിഷു വരികയാണെങ്കിൽ ഒരു മിനി ടൗൺഷിപ്പിലെ മാതിരിയായിരിക്കും ആൾക്കൂട്ടവും തിരക്കിലും കൊടുക്കലും വാങ്ങലും. പക്ഷെ ഇന്ന് ഞാൻ കാണുന്ന കഷ്ടമായ കാര്യമാണ്. അഥവാ അങ്ങനെ ഒരു ക്രൗഡിനെ വിളിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ തന്നെ പറയുകയാണെങ്കിൽ 5-6 ഗ്രൂപ്പുകളായിട്ട് മാറുകയാണ്. 10-12 വയസ്സായ ആൾക്കാർ അച്ഛൻ്റെ അമ്മയുടെ മൊബൈൽ എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഒരു ഫോട്ടോ, കുറച്ച് പേര് ലാപ്ടോപ്പിന് മുമ്പിൽ ഇവിടെ ഇന്നൊരു കളി കാണുന്നത്, കുറച്ച് പേര് അവിടെ അങ്ങേ സൈഡിൽ നിന്നിട്ട് മാറി ചില വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നു. എന്നാൽ കൗമാരപ്രായം കഴിഞ്ഞു ഞങ്ങളെ പോലെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങി കുറച്ച് പേര് ഒരു കുപ്പി എടുത്തിട്ട് ഒരു സൈഡിലേക്ക് നീങ്ങുന്നു. വേർ ഈസ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ?
ഡോക്ടർ കെ സുദർശൻ, മറിയാമ്മ ജോസാർക്കൽ, BCCI മുൻ പ്രസിഡന്റ് TC മാത്യു തരണിയിൽ, ഫിലിം ജേർണലിസ്റ്റ് VS ഹൈദരലി, മാധ്യമപ്രവർത്തകൻ സാബു നെയ്ശ്ശേരി, മുരളി, വിജിലിൻ മാത്യു, ബേസിൽ ജോൺ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ബേസിൽ ജോൺ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സജി ലൂക്കോസ് നന്ദിയും പറഞ്ഞു. 2002 നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ശ്രീ PT തോമസ് MLA അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഒരു ദിവസം ദുബായിൽ വന്നിട്ട് ഞങ്ങളെ കുറേ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് തൊടുപുഴക്കാർക്കുള്ള ഒരു കൂട്ടായ്മ വേണ്ടേ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അന്ന് എനിക്ക് തോന്നുന്നു ചേരുന്ന സമയത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രം തുടങ്ങിയ ഒരു പ്രസ്ഥാനം 22 വർഷം ഇതിനെ കൊണ്ടുനടക്കുക എന്ന് പറയുന്ന വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയായിരുന്നു. ഈ കുടുംബാംഗങ്ങളുടെ നമ്മളുടെ പ്രവർത്തകരുടെ എല്ലാം വളരെ സഹകരണമാണ് നമ്മളെ ഇത് മുമ്പോട്ട് എത്തിച്ചത്. 22 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ചൊരു ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാനത്തെ അവഗണിച്ച് നടത്തിയ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിൽ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രധാന ഓഫീസ് സമുച്ചയങ്ങളിലും ജീവനക്കാരുടെ സമരകാഹളം തീർത്തു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ജില്ലാതല സമരകാഹളവും പ്രതിഷേധ പ്രകടനവും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കളക്ടറേറ്റിൽ നടന്ന സമരകാഹളം ജില്ലാ വൈസ് പ്രസിഡന്റ് VK ജിൻസ്, അടിമാലി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിൽ നടന്ന പ്രതിഷേധ കാഹളം വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ, ദേവികുളം മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധ കാഹളം മേഖലാ പ്രസിഡന്റ് ഫൈസൽ TH എന്നിവർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ അവഗണിച്ച് നടത്തിയ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിൽ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രധാന ഓഫീസ് സമുച്ചയങ്ങളിലും ജീവനക്കാരുടെ സമരകാഹളം തീർത്തു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ജില്ലാതല സമരകാഹളവും പ്രതിഷേധ പ്രകടനവും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഇത്രയധികം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഘടന സംവിധാനത്തിനകത്ത് നിൽക്കുന്ന രാജ്യമാണ് എന്നുള്ള യാതൊരു സാമാന്യ മര്യാദയും പുലർത്താതെ ഏകപക്ഷീയമായി ചില ആളുകളെ മാത്രം താലോലിക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് പോലും തിരിച്ച് അറിയുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ബഡ്ജറ്റായി മാറിയിരിക്കുകയാണ് കേന്ദ്ര ബഡ്ജറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഇന്നലെ മുതൽ തുടങ്ങിയ പ്രതിഷേധത്തിന്റെ അലയൊലികൾ രാജ്യത്തൊട്ടാകെ ഉയർന്നു വരുന്ന ഘട്ടത്തിലും ജില്ലാ വൈസ് പ്രസിഡന്റ് VM ഷൌക്കത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമരകാഹളത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി VK സുഭാഷ്, മേഖലാ സെക്രട്ടറി ബഷീർ V മുഹമ്മദ്, സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം KR ലോമി മോൾ, മേഖലാ പ്രസിഡന്റ് NS ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു. ഇടുക്കി കളക്ടറേറ്റിൽ നടന്ന സമരകാഹളം ജില്ലാ വൈസ് പ്രസിഡന്റ് VK ജിൻസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് NK രതീഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസ് സമുച്ചയത്തിൽ ജില്ലാ സെക്രട്ടറി R ബിജുമോനും, പൈനാവ് PWD ഓഫീസ് സമുച്ചയത്തിൽ സംസ്ഥാന കൌൺസിൽ അംഗം KV സാജനും, ഇടുക്കി താലൂക്ക് ആസ്ഥാനത്ത് നടന്ന പ്രതിഷേധ കാഹളം ജില്ലാ കമ്മിറ്റി അംഗം സുഭാഷ് ചന്ദ്രബോസും ഉദ്ഘാടനം ചെയ്തു. അടിമാലി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിൽ നടന്ന പ്രതിഷേധ കാഹളം വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി PN ഷൈജു അധ്യക്ഷനായി. ദേവികുളം മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധ കാഹളം മേഖലാ പ്രസിഡന്റ് ഫൈസൽ TH ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷനിൽ ജില്ലാ കമ്മിറ്റി അംഗം പ്രസാദ് PK, കട്ടപ്പന വില്ലേജ് ഓഫീസ് സമുച്ചയത്തിൽ മേഖലാ സെക്രട്ടറി മനോജ് ജോസഫ്, പീരുമേട് മിനി സിവിൽ സ്റ്റേഷനിൽ ജില്ലാ ട്രഷറർ PT ഉണ്ണി, കുമളിയിൽ മേഖലാ സെക്രട്ടറി പ്രീത ഗോപാൽ, രാജാക്കാട് വില്ലേജ് ഓഫീസ് സമുച്ചയത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം MJ ജോസ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സമരകാഹളത്തിന് സജിമോൻ DK, CG അജീഷ, ബിജു ചന്ദ്രൻ, VK മനോജ്, G സുനീഷ്, സുമിതാമോൾ CS, അനീഷ് ഫിലിപ്പ്, ബിനു V ജോസ്, മുഹമ്മദ് നിസാർ, ചിന്താമോൾ PS, അനീഷ PP, ടോജിൻ ഡെൻസൺ, M മുരുകൻ, KT വിജു, R വിഷ്ണു, സൗമ്യ മുരളി, വിനോദ് V, റെജിമോൻ CR, സതീഷ് KV, അഞ്ജന CP, സുനിൽ KK, സൽമ PM, അനീഷ് രാജ്, അമൽ രാജ്, ഷെർലി S, ഷാജി KM, സുലു വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ കാർഗിൽ വിജയദിന സ്മരണയുടെ 1/4 നൂറ്റാണ്ട് വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രശാന്ത് P ജെയിംസ് അധ്യക്ഷത വഹിച്ചു. നസ്രിൻ വഹാബ് സ്വാഗതം ആശംസിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത
റിട്ടയർഡ് ഹവിൽദാർ തങ്കച്ചൻ AK പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ കാർഗിൽ വിജയദിന സ്മരണയുടെ 1/4 നൂറ്റാണ്ട് വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രശാന്ത് P. ജെയിംസ് അധ്യക്ഷനായി. നസ്രിൻ വഹാബ് സ്വാഗതം ആശംസിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത റിട്ടയർഡ് ഹവിൽദാർ തങ്കച്ചൻ MKയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവിടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, വഴി ബ്ലോക്കാണ്, നമുക്കവിടെ നടന്നെത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ഐസ് വീഴുന്ന സമയം 1-2 മാസത്തേക്ക് ഈ അതിർത്തികളിൽ നമുക്ക് സ്ഥിരമായി പോകാൻ സാധിക്കില്ല. ഏഴാനിക്കൂട്ടം സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിലെ പ്രഥമ അധ്യാപിക സരളി ജോസ് കാർഗിൽ ദിന സന്ദേശം നൽകി. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരോടുള്ള ആദരസൂചകമായി കുട്ടികൾ പുഷ്പാർച്ചന നടത്തി. കാർഗിൽ ദിനത്തെ അടിസ്ഥാനപ്പെടുത്തി കുട്ടികൾക്ക് വേണ്ടി ഓപ്പൺ ക്യാൻവാസ് ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. ഡിയോണിസ് ജിബി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കേന്ദ്ര ബജറ്റ് പ്രവാസികളെ സമ്പൂർണ്ണമായി തമസ്കരിച്ചതിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം കോതമംഗലത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. കോതമംഗലം BSNL ഓഫീസിന്റെ മുന്നിൽ നടത്തിയ ധർണാ സമരം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം AU അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സോണി ജോസ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ബഡ്ജറ്റ് പ്രവാസികളെ സമ്പൂർണ്ണമായി തമസ്കരിച്ചതിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം കോതമംഗലത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം BSNL ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണാ സമരം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MU അഷറഫ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളെ ഒരു തരത്തിലും പരിഗണിക്കാത്ത രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. രാജ്യത്തിൻ്റെ സമ്പദ്ഘടന നിലനിർത്തി പോകുന്ന പ്രവാസി സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ധിക്കാരികളായിട്ടുള്ള കേന്ദ്ര ഭരണകൂടം പ്രവാസി സമൂഹത്തെ പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഒരു സമര സംഘടന എന്ന നിലയ്ക്ക് പ്രവാസി സംഘത്തിന് നോക്കി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് 14 ജില്ലയിലും ഓരോ കേന്ദ്രങ്ങളിലും ഏരിയ തലത്തിലും ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെ വമ്പിച്ച പ്രതിഷേധ പ്രകടനങ്ങളും ധർണയും നടക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് കാർഗിൽ ദിന 500-ൽ പരം വരുന്ന നമ്മുടെ സൈനികർ വീരമൃത്യു വരിച്ച ദിനം കൂടിയാണ്. കോതമംഗലം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സോണി ജോസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി CE നാസർ മുഖ്യപ്രഭാഷണം നടത്തി. കേരള സർക്കാർ നടപ്പിലാക്കിയ ഈ ക്ഷേമ പദ്ധതിയിലേക്ക് ഒരു നയാ പൈസ പോലും വകമാറ്റി വയ്ക്കാതെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു സീറോ ബഡ്ജറ്റായി മാറുന്ന സ്ഥിതിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കണ്ടിട്ടുള്ളത്. യൂണിയൻ സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ഈ ബഡ്ജറ്റ് കേരളത്തെ പാടെ അവഗണിച്ചതുൾപ്പെടെ തന്നെ പ്രവാസി സമൂഹത്തെ ഇന്ത്യ രാജ്യത്ത് അപ്പാടെ അവഗണിച്ച ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിനെതിരെ അതിശക്തമായ സമരമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ സമരം ഇന്ന് ഒരു സൂചനാ സമരം എന്ന നിലയിൽ നടക്കുകയാണ്. കോതമംഗലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി AV സന്തോഷ് സ്വാഗതവും ഏരിയ ട്രഷറർ MU റഫീഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തലത്തിൽ ഉന്നതി നൈപുണ്യ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ഓറിയന്റേഷൻ ക്ലാസിന്റെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തലത്തിൽ ഉന്നതി നൈപുണ്യ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പരിധിയിലെ 10 ഗ്രാമപഞ്ചായത്തിലെയും 2018-19 മുതൽ ഇതുവരെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനം തൊഴിൽ ലഭിച്ച 18-നും 45-നും ഇടയിലുള്ള കുടുംബത്തിലെ ഒരാൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയോടൊപ്പം മറ്റൊരു വരുമാന മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓറിയന്റേഷൻ ക്ലാസ് വഴി പേപ്പർ ബാഗ് അച്ചാർ നിർമ്മാണം, നിരവധി ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. ഓറിയന്റേഷൻ ക്ലാസിന്റെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഉയർന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. 10 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ ആദിവാസി മേഖല ഉൾപ്പെടെ ഉള്ള ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് വലിയ പ്രാധാന്യം കൊണ്ടുകൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഗ്രാമീണ മേഖലയിൽ ഇന്ന് നടക്കുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടത്തപ്പെടുന്നതാണ്. നിരവധി റോഡുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ, നിരവധി കുടുംബങ്ങൾക്ക് കിണർ ഉൾപ്പെടെയുള്ള നിരവധി സൗകര്യങ്ങൾ, ഇതെല്ലാം മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്.
ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും ഭംഗിയായി നടക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തോന്നുന്ന ഏകദേശം 35 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നത് വഴി കൂടുതൽ തൊഴിൽ നൽകാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വളരെ ഭംഗിയായി നടപ്പാക്കാൻ അതോടൊപ്പം തന്നെ കൂടുതൽ തൊഴിൽ നൽകിയിട്ടുള്ളവർക്ക് ആവശ്യമായ ഇത്തരത്തിലുള്ള പരിശീലനം നൽകിക്കൊണ്ട് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ, ജോയിൻ ബിഡിഒ ആശ, ഫൗസിയ, മായ, സിയ, കുടുംബശ്രീ കോർഡിനേറ്റർ ആതിര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മുൻ IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂലൈ 27 രാവിലെ 11:30 മുതൽ വൈകിട്ട് 4 വരെ ടെക്നിക്കൽ എക്സിബിഷൻ നടത്തും. 8 മുതൽ 12 വരെ ക്ലാസുകളിലാണ് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത്. വിദ്യാർത്ഥികൾ വിവിധ പ്രോജക്റ്റ് വർക്കുകളിൽ വ്യാപൃതരാണ്. എല്ലാവർക്കും എക്സിബിഷൻ കാണുന്നതിനും ഫുഡ് ഫെസ്റ്റിവൽ ആസ്വദിക്കുവാനും അവസരമുണ്ടെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലയും ന്യൂമാൻ കോളേജ് 18 കേരള ബറ്റാലിയൻ NCCയും ചേർന്ന് കാർഗിൽ വിജയ ദിവസ് രജത ജൂബിലി ആഘോഷവും വിദ്യാർത്ഥി സംഗമവും നടത്തി. ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിദ്യാർത്ഥി സംഗമം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മീൻ വില കത്തിക്കയറുന്നു. 1 കിലോ മത്തിക്ക് 240 രൂപയായി. ട്രോളിംഗ് നിരോധനം വന്നതോടെയാണ് സംസ്ഥാനത്ത് മത്സ്യവില കുതിക്കുന്നത്. മത്സ്യം ലഭിക്കുന്നത് കുറഞ്ഞതും വില വർദ്ധിക്കാൻ കാരണമായി. ജില്ലാ ലീഡ് ബാങ്ക് ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം തുടങ്ങി. SBI കേരള സർക്കിൾ മേധാവിയും ചീഫ് ജനറൽ മാനേജറുമായ A. ഭുവനേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപരും മുതിർന്ന RSS പ്രചാരകനുമായ P. നാരായണന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി തൊടുപുഴയിൽ സംഘപഥത്തിലെ നാരായണം പരിപാടി നടത്തി. പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ദുബായിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി വെൽഫെയർ അസോസിയേഷൻ നാട്ടിലെ സംഗമം തൊടുപുഴയിൽ നടന്നു. ഡോക്ടർ K. സുദർശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.